നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടല്ല. എവിടെ പ്രസംഗിക്കാൻ കയറിയാലും വെള്ളാപ്പള്ളി തുടങ്ങുന്നത് മുസ്ലിം വിരുദ്ധതയിലൂടെ ആയിരിക്കും. അതിന് കൃത്യമായ രാഷ്ട്രീയവുമുണ്ട്. ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളെ CPM-ൽ പിടിച്ചു നിർത്തുക എന്ന വളരെ വ്യക്തമായ ഉദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളത്. CPM നേതൃത്വത്തിൻ്റെ, അതായത് പിണറായി വിജയൻ്റെ അടക്കമുള്ള മൗനാനുവാദത്തോടെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം CPM നിരന്തരമായി മുസ്ലിം തീവ്ര സംഘടനകൾക്കെതിരെ നിലപാടെടുക്കുകയാണെന്ന് മാത്രമല്ല, UDF തിരഞ്ഞെടുപ്പുകളിൽ, ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നതെല്ലാം മുസ്ലിം തീവ്ര സംഘടനകളുടെ പിന്തുണയോടെയാണെന്നാണ് CPM-ൻ്റെ പ്രഖ്യാപിത നിലപാട്. അത് അവർ പലതവണ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈഴവ വോട്ടുകളെ CPM-ൽ ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ UDF നേടുന്നത് തീവ്ര മുസ്ലിം വലതുപക്ഷ വിഭാഗങ്ങളിലെ വോട്ടുകളാണെന്നും അതുകൊണ്ട് അവർ ഹൈന്ദവ വിരുദ്ധരാണെന്നും വരുത്തി തീർക്കുക എന്ന ഉദ്ദേശം വെള്ളാപ്പള്ളി നടേശൻ്റെ ഓരോ പ്രസ്താവനയുടെയും പുറകിലുണ്ട് എന്നത് സത്യമാണ്. കാരണം മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും കോൺഗ്രസിലേക്ക് പോകുന്നു. കാരണം മുസ്ലിം തീവ്ര സംഘടനകൾ അനുകൂലിക്കുന്നത് UDF-നെയും കോൺഗ്രസിനെയുമാണ് എന്ന CPM-ൻ്റെ പ്രഖ്യാപിത നിലപാടിന് ബലം പകരാനാണ് നിരന്തരമായി വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നത്. അതുകൊണ്ട് ഈഴവ സമുദായത്തിന്, എക്കാലവും CPM-ൻ്റെ നട്ടലായി നിന്ന ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ പേരിൽ UDF-ലേക്ക് പോകുമോ എന്നുള്ള ഭയം CPM-ന് നന്നായുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ ആ പഴുതുകളെല്ലാം പാടെ അടയ്ക്കണം. അതിനുവേണ്ടി നിരന്തരമായി ഇത്തരം മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. യഥാർത്ഥത്തിൽ അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരല്ല, കോൺഗ്രസിൻ്റെ ചീട്ട് കീറുക എന്നതാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഉദ്ദേശമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് യാഥാർത്ഥ്യമെന്ന് CPM നേതാക്കൾ പോലും പറയുന്നു. കാരണം കോൺഗ്രസിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്പം പോലും എഡ്ജ് കിട്ടരുത്. അതിന് എന്തു ചെയ്യണം? കോൺഗ്രസ് പ്രീണിപ്പിക്കുന്നത് മുസ്ലിം വിഭാഗത്തെയാണെന്നും ഹൈന്ദവ വിഭാഗത്തെ അവഗണിക്കുകയാണെന്നും ഈഴവരുൾപ്പെടെയുള്ള ഹിന്ദുക്കളെ സംരക്ഷിക്കുന്നത് CPM ആണെന്ന്, അല്ലെങ്കിൽ ഇടതുമുന്നണിയാണെന്നും ആ രീതിയിലുള്ള ധാരണ കേരളീയ സമൂഹത്തിൽ വരുത്തി തീർത്താൽ ഹൈന്ദവ വിഭാഗത്തിൻ്റെ വോട്ടുകളൊന്നും കോൺഗ്രസിലേക്ക് പോകില്ല. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകില്ല. ഇനി CPM-നോട് വിരോധമുള്ള, ഭയങ്കര വിരോധമുള്ള ഈഴവർ BJP-ക്ക് വോട്ട് ചെയ്തോളൂ. അങ്ങനെ ആയാലും കുഴപ്പമില്ല. കാരണം അപ്പോഴും ആ വോട്ട് കോൺഗ്രസിന് പോകില്ല. ഇത് ഉറപ്പിക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായാണ് വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം ഇത്തരത്തിൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നത്. അദ്ദേഹം ഏത് വേദിയിൽ കയറി ചെന്നാലും ആദ്യം പറയുന്നത് മുസ്ലിം സമൂഹത്തിനെതിരായിരിക്കുമെന്നുള്ള പരാതി നാളുകളായുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇതാണ്: CPM-നെയും അല്ലെങ്കിൽ പിണറായി വിജയനെയും ഒരിക്കൽ കൂടി കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാൻ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ നിർണായകമാണ്. ആ വോട്ട് കോൺഗ്രസിലേക്ക് പോകരുത്. അതുകൊണ്ട് നിരന്തരം അദ്ദേഹം ഈഴവരെ, തൻ്റെ സമുദായത്തെ ഉദ്ബോധിപ്പിക്കുന്നു. ഇതാ തീവ്ര പശ്ചാത്തലമുള്ള മുസ്ലിം സംഘടനകളെല്ലാം UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഒപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ വോട്ട് ചെയ്യരുത്. ഇനി CPM-നോട് വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ പോയി BJP-ക്ക് വോട്ട് ചെയ്തോളൂ, എന്നാലും കോൺഗ്രസിന് വോട്ട് ചെയ്തത്. ആ രീതിയിലുള്ള രാഷ്ട്രീയമാണ് ഈ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളിലൂടെ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ കളിക്കുന്നതെന്ന് ഇതോടെ വ്യക്തമായി കഴിഞ്ഞു.